ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ചെറിയൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്, കുറേ ആയി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് 2 ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ക്രീം ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ടച്ചായിട്ട് ഒക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് വൃത്തികേടായ പോലെ ആവും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനി എന്നുള്ള കാര്യം. പനിയൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ കേട്ടോ. പനിയൊക്കെ അതിൻ്റെ ശേഷം 2-3 ദിവസം ഓർഡേഴ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ശേഷം വീണ്ടും ഓർഡേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും ആണ് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ഓർഡേഴ്സ് ഉണ്ട്. ഒന്ന് 1.5 kg ബട്ടർ സ്കോച്ച് കേക്കും, അപ്പോൾ അതുപോലെ തന്നെ ഒരു 1 kg ചോക്ലേറ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ സ്പഞ്ചുകൾ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ തലേന്ന് വൈകിട്ടാണ് ഈ സ്പഞ്ചസൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ബട്ടർ സ്കോച്ച് കേക്ക് സ്ക്വയർ ടൈപ്പിലും പിന്നെ 1 kg ചോക്ലേറ്റ് കേക്ക് ടോളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ തന്നെയാണ് രണ്ടും. വലിയ വർക്കൊന്നുമല്ല, ചെറുതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. അങ്ങനെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കിയതിൻ്റെ ശേഷം അത് ബേക്കാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി ചെയ്തിട്ട് അങ്ങനെ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ബേക്കാക്കാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ശേഷം പിന്നെ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരാൾ പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ മുട്ടായി തീറ്റുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എഴുതലുണ്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൊടുക്കുന്നത്. എഴുതാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരക്ഷരം എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും വെറുതെയെങ്കിലും. എങ്ങനെയൊക്കെ സമയം കളയണ്ടേ. അങ്ങനെ 2 സ്പഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ബട്ടർ സ്കോച്ച് കേക്കുള്ള കാരമൽ ഞാൻ അതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് കേട്ടോ. കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അത് 1-1.5 മാസമൊക്കെ ഫ്രിഡ്ജിൽ ഇതുപോലെ എയർ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും കേട്ടോ. അങ്ങനെ അത് പുറത്ത് തണുപ്പ് വിടാൻ വേണ്ടി പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ചോക്ലേറ്റിൻ്റെ ഐസിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നൈറ്റിൽ കുട്ടികളൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നത്. ഇത് രാവിലെ നേരത്തെ കൊടുക്കാനുള്ള കേക്കായിരുന്നു. ഏകദേശം ഒരു 11 മണി 10-11 മണി ടൈമിൽ മേടിക്കാൻ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വർക്ക് ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ക്രം കോട്ട് ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം രാവിലെ ഫൈനലൈസിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഫൈനലൈസിങ് ഒക്കെ ഒരുമിച്ച് തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യണ ഇതുപോലെ ഫൈനലൈസിങ് ഒക്കെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലെയറൊക്കെ ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫൈനലൈസിങ് ഒക്കെ കഴിഞ്ഞ് ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം 11:30-11:45 ആയിട്ടുണ്ട് ടൈം കേട്ടോ. പിന്നെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ചെയ്യാൻ നിന്നില്ല. കാരണം പനിയുടെ ചെറുതായിട്ട് ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഉറക്കൊളിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ കേട്ടോ. അപ്പോൾ അത് കാരണം അത്രയും വരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കി പാത്രങ്ങളും ഒക്കെ കഴുകാനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഫുഡ് കഴിച്ചതിൻ്റെയും കേക്കിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകലും പിടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 12 മണി 12:30 ആയി. അപ്പോൾ പിന്നെ വേഗം ഒക്കെ കഴിഞ്ഞിട്ട് വേഗം കിടന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. അങ്ങനെ രാവിലെ ചായയൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ കാരമൽ എന്തായി നോക്കിയപ്പോൾ അടിപൊളി ആയിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചോക്ലേറ്റ് കേക്കിൻ്റെ ചെറിയൊരു ഫോണ്ടൻ്റ് വർക്ക് ഉണ്ട്. അത് കസ്റ്റമർ അയച്ചെന്ന ഡിസൈനാണ്. അപ്പോൾ അത് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓവനിൽ തന്നെയാണ് കേട്ടോ ഡ്രൈ ആക്കാൻ വെക്കുന്നത്. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈർപ്പം പോലെയാണ് ഇപ്പോൾ ഫോണ്ടൻ്റ് ഒക്കെ കേട്ടോ. നമുക്ക് കറക്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം എൻ്റെ മോനും പിന്നെ അനിയൻ്റെ മോളും ഉണ്ട് കേട്ടോ. അവർ രണ്ടാളായിട്ട് അംഗനവാടിക്ക് പോവുകയാണ്. ചെറിയൊരു കുത്തിവെപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം കസ്റ്റമർ എത്താനായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് സെറ്റാക്കി കൊടുത്തു. അതങ്ങനെ കൊണ്ടുപോയതിൻ്റെ ശേഷം ബട്ടർ സ്കോച്ച് കേക്ക് ഐസിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ച് കേക്ക് വൈകിട്ടൊക്കെ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30-6 മണി ടൈമിലൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ഐസിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മറ്റേ കേക്ക് കൊണ്ടുപോയതിൻ്റെ ശേഷമാണ് ഈ കേക്ക് വർക്കിനായിട്ട് എടുത്തത്. അങ്ങനെ അത് ക്രം കോട്ടൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലെയറൊക്കെ ആക്കി വെക്കുമ്പോൾ തന്നെ പൊട്ടി പോവുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതും ക്രം കോട്ട് ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഫൈനലൈസിങ്ങും ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പോവുക ഈ സ്ക്വയർ കേക്ക് ഷാർപ്പ് എഡ്ജ് ആക്കുന്നതിലാണ് കേട്ടോ. അത് എത്ര എക്സ്പീരിയൻസ് ആയാലും എന്താണെന്നറിയില്ല, ഇതിന് കുറേ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈം കൊണ്ട് തന്നെ എനിക്ക് 2-3 റൗണ്ട് കേക്ക് പെട്ടെന്ന് ഐസിങ്ങൊക്കെ ചെയ്യൽ കഴിയും. പക്ഷേ സ്ക്വയർ കേക്കിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ഞാൻ പരമാവധി സ്ക്വയർ കേക്ക് എടുക്കാറില്ല കേട്ടോ. കസ്റ്റമേഴ്സ് പറയുമ്പോൾ മാത്രമാണ് അതിൻ്റെ വർക്ക് എടുക്കാറുള്ളൂ. പിന്നെ ഇത് കസ്റ്റമർ അയച്ചെന്ന ഡിസൈനിൽ ഒരു 2-3 കളേഴ്സ് ചേർന്നിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റമർ തന്ന മാറ്ററും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.
അങ്ങനെ കേക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അത് ഡെലിവറി വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഞാനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടു കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.